സമകാലിക കേരള സാഹചര്യത്തിൽ സ്ത്രീധനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആൾവാർത്തകളും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ അവസരത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു മകൾ. അമ്മയുടെ പൊന്നു മോളല്ലയോ, ചിരിച്ചാട്ടി അമ്മയുടെ തങ്ക കൂടല്ലയോ. ഇത്ര കാലം കാത്തിരുന്നിട്ടാ എനിക്ക് എന്റെ കുഞ്ഞു മോളെ ദൈവം തന്നത്. നോക്കി, ഇവളുടെ കണ്ണ് കണ്ടോ? എന്റെ അമ്മയുടെ അതേ കണ്ണുകൾ. നിങ്ങൾ അമ്മയുടെ കണ്ണുകളല്ല, എന്റെ അമ്മയുടെ നല്ല സുന്ദരമായ കണ്ണുകളാ. എന്തായി പറയണേ? അതെന്റെ അമ്മയുടെ കണ്ണ്. ഇവളെ നമുക്ക് വളർത്തി വലുതാക്കി ഒരു ഡോക്ടർ ആക്കണം. മകൾ ഡോക്ടറാണെന്ന് പറയുന്നത് അച്ഛനൊരു അഭിമാനം തന്നെയല്ലേ? അല്ലെങ്കിൽ വേണ്ട, വളർന്നു വരുമ്പോൾ അവൾ തന്നെ തീരുമാനിക്കട്ടെ. അതുവരെ ചുറ്റുമുള്ള കഴിവുകളും കണ്ണുകളിൽ നിന്നും നമുക്ക് ഇവളെ സംരക്ഷിച്ച് നിർത്താം. ഇതൊക്കെ വാരി വലിച്ചെറിഞ്ഞ് ഇവളിതെവിടെ പോയി കിടക്കുക? ഒരു പെൺകൊച്ച് വളർന്നു വരുന്ന വീടാണെന്ന് ആരെങ്കിലും പറയോ? അതെങ്ങനെയാ? ആൺകൊച്ചിനെ പോലെയല്ലേ ഇവിടെ മോളെ വളർത്തുന്നത്. 12 വയസ്സേ ആയുള്ളൂ. അവളുടെ നാക്കങ്ങിട്ട് ഇരിക്ക. വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാ? നമ്മൾ വളർന്നൊരു കാലം ഉണ്ടായിരുന്നു. അടുക്കള പുറത്തുനിന്ന് തലയെടുക്കാൻ പറ്റൂല. എന്നിട്ടിപ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? നാളെ തന്നെ വേറെ വീട്ടിൽ പോണ്ട പെണ്ണല്ലേ ഓള്. കണ്ടറിയണം. അവളെ കണ്ടോ? കോളേജിലെ സൗന്ദര്യനാണ് എന്നാ വിചാരം. അവൾ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാം. എല്ലാത്തിനുണ്ടാവും കോടിയും പിടിച്ച് മുമ്പില്. പിന്നൊരു കാര്യമുണ്ട്, കോളേജിലുണ്ട്, നാട്ടിലുണ്ട്, അങ്ങനെ മൊത്തത്തിൽ 4 ആളില്ലേ. എനിക്കിപ്പോ കല്യാണം വേണ്ട. വേണ്ടത് പറഞ്ഞാ വേണ്ട. പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം, എന്നിട്ട് മതി കല്യാണം. മോളിത് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? കൊച്ചുമോളല്ലേ എന്ന് പറഞ്ഞ് കൊച്ചിച്ച് ലാളിച്ച് വളർത്തി ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. അമ്മ ഈ അടുക്കള പുറത്ത് നിന്ന് ഇറങ്ങിക്കുന്നത് ഞാൻ കാണുന്നതല്ലേ. എനിക്ക് അമ്മ ആവണ്ട. അതിന്റെ വിധിയാ മോളെ. അതിന്റെ മോക്ക് ഞങ്ങൾ ഇതുവരാഴ്ച എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ? അച്ഛനമ്മക്ക് വേണ്ടിയിട്ടും നീ ഇത് സമ്മതിക്കണം. കല്യാണം കഴിഞ്ഞ ഭർത്തൃ കിടത്തി. എന്റെ സങ്കല്പത്തിലെ ഭാര്യ എന്ന് വെച്ചാ എന്റെ മക്കളെയും എന്റെ വീട്ടുകാരെയും നോക്കി വീട്ടിൽ ഒതുങ്ങിത്തീരുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഒരു പെണ്ണ് പുറത്തു പോയി സമ്പാദിച്ചിട്ട് വേണല്ലോ എന്റെ കുടുംബം കഴിയാൻ. അല്ല മോളെ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയില്ലേ? എവിടെ നിന്റെ വീട്ടുകാർ തരാൻ പറഞ്ഞ പൊന്നും പണമൊക്കെ? അതെങ്ങനെയാ? വാക്കിന് വില വേണം. വലിയ കുടുംബക്കാരാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. പിന്നെ ഒരു കാർ തന്നേരും. അതിലാണെങ്കിലും 4 ആളെ മുമ്പിൽ കാണിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രി രാജിവെക്കുക, പോലീസ് നീതി പാലിക്കുക, ബായുടെ കാതലിനെ അറസ്റ്റ് ചെയ്യുക, വനിതാ കമ്മീഷൻ മൗനം വെടിയുക. വന്നല്ലോ മുഖ്യമന്ത്രി രാജിവെക്കുക, പോലീസ് നീതി പാലിക്കുക. ഈ പറയുന്നെല്ലാം കേട്ടാണോ ഞങ്ങളുടെ സർക്കാർ വേദിയിരിക്കുകയാണെന്ന്? ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതിപ്പോ അവരുടെ കുടുംബത്തിൽ കയറി നോക്കാൻ പറ്റുമോ? അല്ല, ഈ പറയുന്നവർക്കൊക്കെ അറിയോ ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന്? കുഞ്ഞുനാൾ തന്നെ സ്വന്തം വീട്ടിലും സമൂഹത്തിലും അനുഭവിക്കുന്ന ചില വ്യക്തികൾ, പെണ്ണായത് കൊണ്ട് മാത്രമുള്ള ഒരുപാട് അരുതുകൾ. ഇതുപോലെ നാടൊട്ടും ചാനലുകളുടെ ചർച്ചയ്ക്ക് വേണ്ടി ഒതുങ്ങിത്തീരുന്ന ചില ജീവിതങ്ങൾ. വർഷങ്ങളായുള്ള തുടർക്കഥയാണിത്. മാറ്റം തുടങ്ങേണ്ടത് എന്നിൽ നിന്നാണ്. ഒരു പെണ്ണെന്ന നിലയിൽ തീരുമാനങ്ങൾ എന്റേതാകുമ്പോൾ എന്റേത് മാത്രമുള്ള ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ചിറകുമുളക്കുന്നു. അതൊരു മറ്റൊരുത്തിന്റെ കൈ പിടിയിലോ ഒതുങ്ങി തീരേണ്ടതല്ല. ഒരു പെണ്ണെന്ന നിലയിൽ